അപ്പം ആരാധനാലയങ്ങളിൽ ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അത് അവിടെ തന്നെ മോഷണം നടക്കുന്നത് പള്ളികളിലുണ്ട്, അമ്പലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ മനോരമ ന്യൂസ് മേക്കർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും ഒരു ഇലക്ഷനായിരുന്നു. ഈ നാടിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഈ സംഘടന ഒന്നും വേണമെന്നില്ല എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. പാല, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, അതുപോലെ 2020 കാൻഡിഡേറ്റ്സ് നിന്ന കുന്നത്തുനാട്, പിറവം, തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ പോലെ കുറേയധികം മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ CPM 47 ലക്ഷം വോട്ട് കിട്ടി. NDAക്ക് 31 ലക്ഷം വോട്ട് കിട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ TVK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അവർ വേദങ്ങളിലൊന്നും അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ദൈവം ഉണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവത്തിലും അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം ഉച്ചക്കഞ്ഞിക്ക് വെച്ച കുട്ടികൾക്ക് കൊടുക്കണ്ട അല്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട അരി മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾ ഏത് തരക്കാരനായിരിക്കും? പേരാമ്പ്രയിലെ ഒരു സ്കൂളിലെ അധ്യാപിക തന്നെ ഈ മയക്കുമരുന്ന് വിൽക്കുന്നതായിട്ട്, കീർത്തന എന്നാ പറ്റുക, മയക്കുമരുന്ന് വിൽക്കുന്നതായിട്ട് നമ്മൾ ഇപ്പം അമ്പലങ്ങളിൽ മോഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ, ഞാൻ വിജിലൻസ് ചെയ്തപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ മോഷണത്തിന് 3 FIR വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, പാലക്കാരൻ ഒരു ഉത്തമ ക്രൈസ്തവ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച അങ്ങയുടെ പിതാവ്, എനിക്കറിയാം, അദ്ദേഹം പള്ളിയുടെ കൈക്കാരനായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല വിശ്വാസത്തിൽ വളർന്നവരാണ്. സാർ ഇപ്പോഴും വിശ്വാസത്തിലാണ് ഞാൻ കരുതുന്നു, എനിക്ക് പറഞ്ഞാൽ കേട്ടാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ പോലീസ് സർവീസിൽ കേരള കേഡറിൽ ഉന്നതമായ പകുതി വഹിച്ച അങ്ങ് RSSലൂടെ രാജ്യസ്നേഹവും രാജ്യസേവനവും നടത്താൻ പറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഒന്ന്, 2017 ഡിസംബർ 19 പിണറായി വിജയൻ സർക്കാർ ഈ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ ഒരു സെമിനാറിൽ അഴിമതിക്കെതിരെ പ്രസംഗിച്ചതിന് എന്നെ സസ്പെൻഡ് ചെയ്തു. 2017 ഡിസംബർ 19. അന്ന് അതിനു മുമ്പ് ഓക്കി ദുരന്തം ഉണ്ടായി. അപ്പോൾ ഓക്കിയിൽ പാവപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ, കടലിൽ നിന്നുള്ള ആക്ച്വൽ രക്ഷാപ്രവർത്തനം, പാവപ്പെട്ടവരായതുകൊണ്ടല്ലോ ഇത്ര ഉദാസീനത എന്നൊക്കെ അന്ന് ഞാൻ ആ പ്രസംഗത്തിൽ പറയുക. അപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്ത ശേഷം അപ്പം നോർമലി ഞാൻ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ കരുതുക, അയ്യോ ഇപ്പം എൻ്റെ ജീവിതം തീർന്നു, ഇനി എല്ലാവരും എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാവരും എന്നെ ഒരു ഡിസ്കാർഡ് ചെയ്യും, പുറന്തള്ളുമെന്നല്ലേ കരുതുക. അന്ന് രാത്രി കാഞ്ഞിരപ്പള്ളി റോട്ടറി ക്ലബ് എന്നെ വിളിച്ചു. ഇതന്ന് TV-യിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, രേഖ തോമസിനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അന്ന് രാത്രി എന്നെ വിളിച്ചു. നമ്മുടെ 23-ാം തീയതി മറ്റാണ്, 19 സസ്പെൻഡ് ചെയ്യുന്ന 23-ാം തീയതി കാഞ്ഞിരപ്പള്ളി റോട്ടറി ക്ലബ്ബിൽ മുഖ്യാതിഥിയായിട്ട് വരാമോ, അവരുടെ എന്തോ ഒരു പരിപാടിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ സസ്പെൻഡ് അതറിഞ്ഞു, അതുകൊണ്ട് തന്നെ വിളിക്കുന്നേ, എൻ്റെ സസ്പെൻഷൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നേ. അതായത് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളിയിലെ റോട്ടറി ക്ലബ്ബ് എന്നെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുവല്ലയിലെ മാർത്തോമ സഭയുടെ നടത്തുന്ന ഒരു സ്കൂളുണ്ട്, ആ സ്കൂൾ എന്നെ വിളിച്ചു. അവിടുത്തെ ഒരു കുട്ടികൾക്ക് പ്രചോദനമാണ് ഞാൻ പ്രചോദനമാണെന്ന് സസ്പെൻഷൻ കിട്ടിയ ജേക്കബ് തോമസ് ഉടനെ തന്നെ മാർത്തോമ സഭയുടെ ഒരു സ്കൂൾ തിരുവല്ലയിൽ എന്നെ വിളിച്ചു. എന്നിട്ട് കുട്ടികൾക്ക് പ്രചോദനമാണ്, അതുകൊണ്ട് വരണം, കുട്ടികളോട് സംസാരിക്കണം. ഞാൻ പോയി. അതിനുശേഷം ജാക്കബൈറ്റ് ഒരു ആർച്ച് ബിഷപ്പ്, ഇവിടെയുള്ള ഈ എറണാകുളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്ത് ജാക്കബൈറ്റ് ആർച്ച് ബിഷപ്പ് എന്നെ നേരിട്ട് വിളിച്ചു. ഇവിടെ സ്കൂളിൽ പിള്ളേർക്ക് പ്രചോദനമാണ്, വരണം. സസ്പെൻഡ് ചെയ്ത് ജേക്കബ് തോമസ് പ്രചോദനമാണ് എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി റോട്ടറി ക്ലബ്ബും, അതുപോലെ മാർത്തോമ സഭയുടെ തിരുവല്ലയിലെ സ്കൂളും, ജാക്കബൈറ്റ് സഭയുടെ ആർച്ച് ബിഷപ്പ് അവിടുത്തെ സ്കൂളും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സാറിനൂടെ ഉണ്ടായിരുന്നു. കേരളത്തെ മാധ്യമങ്ങൾ സാറിനെ വാനോളം പുകഴ്ത്തി സാറിൻ്റെ സക്സസ് സ്റ്റോറി അല്ലെ നിലപാടുകളെ മാധ്യമങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് അപ്പോൾ അന്ന് ഞാൻ ചെയ്തതും അതുവരെ ചെയ്തതും എനിക്ക് സസ്പെൻഷൻ കിട്ടിയതൊക്കെ എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നാടിന് വേണ്ടി ആണിതൊക്കെ ചെയ്തത്. ഈ അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെതിരെ ഞാൻ ശക്തമായ നിലപാടെടുത്തു. അപ്പോൾ
ആ ഒരു നിലപാട് എടുത്തതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി ആണ് ഏറ്റവും വലിയ രാജ്യദ്രോഹമെന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അഴിമതിയാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം. അപ്പോൾ അഴിമതി കാണിക്കുന്നവരാരാണ്? ദേശസ്നേഹികളല്ല, രാജ്യദ്രോഹികളാണ്. അപ്പോൾ കേരളത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അഴിമതിക്കെതിരെ നിലപാടുള്ള ആളുകളെ ക്രൂശിക്കും. അപ്പോൾ രാഷ്ട്ര നിർമ്മാണം നടക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാലാരിവട്ടം പാലം, അതിൻ്റെ അഴിമതിയെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അത് 43 കോടിക്ക് ആദ്യം പണിതു, അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഈ ശ്രീധരൻ അദ്ദേഹവും ഇങ്ങനെ ഈ 10-20 അതിന് പകുതി പലിക്ക് മറ്റോ അത് പണിതു. അപ്പോൾ ഈ രാഷ്ട്രത്തിന് ആ ഒരു മേൽപ്പാലം ആദ്യം പണിത് നന്നായിട്ട് പണിതിരുന്നെങ്കിൽ എത്ര കോടി ലാഭിക്കാമായിരുന്നു? തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം ആ അഴിമതിക്കാരൻ ചെയ്ത് രാജ്യദ്രോഹമല്ലേ? അതെ. എന്നിട്ട് കേരളത്തിൽ ആ അഴിമതിക്കാരെ ആരെങ്കിലും ശിക്ഷിച്ചോ? അതിൻ്റെ പ്രതികളായ ആളുകൾ ഇന്നും വലിയ വലിയ ആളുകളായിട്ട് സെക്രട്ടേറിയറ്റിൽ ഇരിപ്പുണ്ട്, ആ കേസിൽ പ്രതികളായവർ. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അകത്ത് നിർത്തിക്കൊണ്ടിരുന്നിരുന്നു എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ അതിനെതിരെ രാഷ്ട്ര സ്നേഹത്തോടുകൂടി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ക്രൂശിക്കുക, അവരെ ഇല്ലാതാക്കുക എന്നുള്ള എന്നെ സസ്പെൻഡ് ചെയ്ത് അതേ പ്രവൃത്തി തന്നെയാണ് RSS എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെയും ഇവിടെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ സെയിമാണ് എന്ന് ഞാൻ പറയുന്നു. അല്ല സാർ, അതുകൊണ്ട് RSSന്റെ ഭാഗമാകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യം. സാർ, ഈ പുസ്തകങ്ങൾ ഞാൻ വീട്ടിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ പ്രവൃത്തികൾ, സ്കൂൾ കുട്ടികളുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് യോജിച്ച സ്വഭാവങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഫലപ്രദമായ പ്രവൃത്തികൾ, പോലീസ് രംഗങ്ങൾ, ഇതൊക്കെ സാറിൻ്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയ പാർട്ടിയിലോ പ്രസ്ഥാനത്തിലോ പോകാതെ സമൂഹത്തിൽ കുട്ടികൾക്ക്, വ്യക്തികൾക്ക് ചെയ്യാവുന്ന ചില നിലപാടുകളുടെ പുസ്തകമാണിത്. ഇതിനകത്ത് ഞാൻ നോക്കുകയായിരുന്നു എല്ലാം. അപ്പോൾ സാറ് രാഷ്ട്രീയ RSSലും പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം, RSSൽ നിന്ന് BJPയിലേക്ക് പോകണം, സ്ഥാനാർത്ഥിയായി നല്ലൊരു വോട്ട് സാറ് ഇരിഞ്ഞാലക്കുട പോലുള്ളൊരു ക്രൈസ്തവ മേഖലയിൽ സാറ് നേടി, പിന്നീട് മത്സരിച്ചില്ല. ഇപ്പം എന്താ എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണ് അപ്പോൾ RSS വഴിയോ BJPയിലേക്കാണോ സംഭവിച്ചത്? BJPയിൽ നിന്ന് RSS എന്താ? എനിക്ക് അതിൻ്റെ ഒരു വ്യക്തതയില്ല ആ കാര്യം. ഈ RSSും BJPയും രണ്ടാണ്. BJP എന്ന് പറയുന്നത് 1980കളിൽ ജനതാ പാർട്ടിയുടെ ഒരു സ്പ്ലിൻറ്റർ ഗ്രൂപ്പ് എന്ന് വേണേൽ കൂട്ടാം. അത് 2-3 കഷ്ണമായപ്പോഴത്തേനും അതിനകത്തെ ഒരു കഷ്ണമാണ് ഭാരതീയ ജനതാ പാർട്ടി. പണ്ട് നമ്മളെ 1925 തുടങ്ങിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 മറ്റോ കഷ്ണമായപ്പോഴാണല്ലോ CPM ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞതുപോലെ CPIയിൽ നിന്ന് CPM ഉണ്ടായതുപോലെ ജനതാ പാർട്ടിയിൽ നിന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് ഉത്ഭവിച്ച 1980കളിൽ ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. RSS അപ്പോഴൊന്നും ഉണ്ടായതൊന്നുമല്ല. RSS 1925 ഉണ്ടായ ഒരു ഈ നാഷണൽ വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുടെ ഒരു കൂട്ടം എന്നുള്ളതേ ഉള്ളൂ. ഞാനും ആ കൂട്ടം, ഞാൻ അതല്ലേ ഒരു ഈ പുഴയിലേക്ക് വേസ്റ്റ് വലിച്ചെറിയരുത്. ദേശീയ പ്രസ്ഥാനം എന്നാണോ പറയുന്നത്? ദേശീയ നവോത്ഥാന പ്രസ്ഥാനം സാർ പറയുമോ? എങ്ങനെയാ RSSനെ? ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ രാഷ്ട്രത്തോട് സ്നേഹമുള്ള പല പല പ്രസ്ഥാനങ്ങളുണ്ടാകാം. പക്ഷേ ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലിയ അങ്ങനെ ഒരു പ്രസ്ഥാനം RSS ആണ്. വേറെ പല പ്രസ്ഥാനങ്ങളും ഇപ്പം നമ്മുടെ പാലായിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ചിലപ്പം ഒരു ആ പ്രദേശം നന്നാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ചെറിയ സന്നദ്ധ സംഘടന അല്ലെ ഒരു കൂട്ടം ആൾക്കാരോട് പല ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും പല പല അങ്ങനത്തെ ആ സമൂഹം നന്നാകണം, അല്ലെ പ്രദേശം നന്നാകണം, അവിടുത്തെ ആൾക്കാർ നന്നാകണം. പക്ഷെ അതെല്ലാം നല്ലതാണ്. RSSന്റെ അതേ സാധനം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വ്യാപ്തിയുള്ള എല്ലാ ഇന്ത്യയിലെ പലയിടത്തും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത്രേ ഉള്ളൂ. അല്ല അതുപോലെ ഇഷ്ടംപോലെ സംഘടനകളുണ്ടാവും. ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ ശക്തമായ അടിത്തറ കേരളത്തിലുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം അടുത്ത 10 വർഷം ഭരിച്ച CPM ഇവിടെ ഉണ്ട്. നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഒക്കെ ഉണ്ടായിരിക്കെ സാറി വിരമിച്ചതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ BJPയിൽ അല്ലെങ്കിൽ RSS ഈ ബന്ധം RSSും BJPയും ഒരു നാണയത്തിന് 2 വശങ്ങളായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലെ സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ആ രാഷ്ട്രീയ നിലപാട് പറയാൻ വിഷമമുണ്ടോ? ഒന്ന്, ഞാൻ സർവീസിലിരുന്നപ്പോൾ സർക്കാരിനെ പോസ്റ്റ് ചെയ്ത ഒരു തസ്തിക എന്ന് പറയുന്നത് വിജിലൻസ് എന്ന് പറയുന്ന വിജിലൻസ് ആൻഡ് ആന്റി ബ്യൂറോ. അത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നപ്പോൾ ഞാൻ അവിടെ ADGP ആയിരുന്നു. അപ്പോൾ ആ സർക്കാർ, അതായത് കോൺഗ്രസ് സർക്കാരിലെ അഴിമതി ബാർ കേസും ഒക്കെ അറിയാമല്ലോ.
അതിൽ ബിജു രമേശ് എന്ന് പറയുന്ന ആൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. 35 പേജുകളുണ്ട്. അതിൽ ഒരു 10-20 പേജുകളും കെ എം മാണി കൈക്കൂലി വാങ്ങിച്ചതിനെ പറ്റിയും അതിനുശേഷം കെ ബാബു കൈക്കൂലി വാങ്ങിച്ചതിനെ പറ്റുക. കെ ബാബു കോൺഗ്രസ്സുകാരനാണ്, മറ്റേ ആൾ കേരള കോൺഗ്രസ്, പക്ഷേ രണ്ടും UDF-ൻ്റെയാണ്. അത് പക്ഷേ എന്ത് നടപടികൾ പിന്നീട് ഉണ്ടായി? അതിലൊന്നും ഉണ്ടായില്ലെങ്കിലും ബിജു രമേശിൻ്റെ ഒരു 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തതാണ്, അതിന് വാല്യൂ ഉള്ളതാണ്. അന്ന് സാറ് വിജിലൻസിൽ ചാർജ്? ഞാൻ വിജിലൻസിലുണ്ട്. അപ്പോൾ ഈ UDF എന്ന് പറയുന്ന അതിന്റെ ഒരു അഴിമതി എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ്. അതിനുശേഷമാണ് പിന്നെ LDF വരുന്നു, പിണറായി വിജയൻ. അവിടെയാണ് ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കേസ്. അന്നത്തെ നമ്പർ 2 ആയിരുന്ന ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നുള്ള ഒരു മട്ടന്നൂർ MLA, അദ്ദേഹത്തിന്റെ പേരെന്താ, E.P. ജയരാജൻ. E.P. ജയരാജന്റെ ബന്ധു നിയമന കേസ് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഞാൻ അവിടെ ഡയറക്ടറാണ് വിജിലൻസിൽ. അതിനുശേഷം കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കേസുകൾ, അങ്ങനെ കുറെ സ്പോർട്സ് കൗൺസിലിന്റെ കേസുകൾ, അങ്ങനെ ഒരു തുക കേസുകൾ UDF-ന്റെ LDF-ന്റെ സമയത്ത്, LDF-ന്റെ മന്ത്രിയാണ് ഈ പറഞ്ഞ ഇദ്ദേഹം. കശുവണ്ടി എന്ന് പറയുന്ന കശുവണ്ടിക്ക് വേണ്ടി ആദ്യമായിട്ടൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കി മേഴ്സിക്കുട്ടിയമ്മ എന്ന് പറയുന്ന ആളെ തന്നെ മന്ത്രിയാക്കി. ആദ്യമായിട്ട് കശുവണ്ടിക്ക് വകുപ്പുണ്ട്, അല്ലാതെ ഇൻഡസ്ട്രീസിന്റെ കൂടെ ആയിരുന്നു. അത് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് രണ്ടാമത് ആ വർഷം 2017 ജനുവരിയിലെ മറ്റാണ്. ഞാൻ അന്ന് CM-നോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇതായത് പ്രശ്നമാണ് ഈ കശുവണ്ടി വകുപ്പിന്റെ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അവരുടെ ഹസ്ബൻഡും മതിയായിരുന്നു അല്ലേ? എന്തോ അല്ല, ഒന്നും മൗനമായിട്ട് ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയിരുന്നെങ്കിൽ, ഇനി അത് പോട്ടെ, പ്രാക്ടിക്കൽ ആയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും റിട്ടയർമെന്റിന് ശേഷം എന്നെ പോലെയുള്ള ചിലരിങ്ങനെ പല വലിയ ആളുകളായിട്ട് കോടതിയിലെ കേസുകളൊക്കെ പല പോസ്റ്റില് വലിയ ആളുകളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കലായ ആൾക്കാരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കേസുമായിട്ട് സാറ് സ്വന്തം കയ്യിലെ കാശ് മുടക്കി പോകണം. അതൊക്കെ അങ്ങനെ വഴിക്ക് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴ് ഈ ഞാൻ BJP-യിലേക്ക് വന്നതിനെ പറ്റി, അപ്പം UDF-നെ ഞാൻ വിജിലൻസിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഞാൻ ADGP ആയിരുന്നു. ഞാനത് പല കേസുകളിൽ കൂടെയും അന്വേഷണങ്ങളിൽ കൂടെയൊക്കെ മനസ്സിലാക്കി. അതുപോലെ അതിനുശേഷം ഫയർഫോഴ്സ് വന്നപ്പോഴത്തേനും ബിൽഡർ മരിക്കണോ വേണ്ടേ എന്നുള്ളത് അതിന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് ഞാൻ മനസ്സിലാക്കി. അപ്പൊ പിന്നെ ആ പാർട്ടിയുടെ കൂടെ ഞാൻ ഒരു ദേശസ്നേഹമുള്ള ഒരാൾ ചേരത്തില്ലല്ലോ. പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് E.P. ജയരാജനെ, മേഴ്സിക്കുട്ടിയും, അങ്ങനത്തെ കുറെ ആൾക്കാരുടെ പരിപാടികളൊക്കെ ഞാൻ നേരിട്ട് ഞാനന്ന് വിജിലൻസിലായതുകൊണ്ട് ബോധ്യപ്പെട്ടു. അതെ, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എങ്ങനെ കൂടുക? അപ്പം ഇവിടെ ഇതുവരെ പരീക്ഷിക്കാത്ത അപ്പോഴൊരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. അപ്പോൾ BJP-യുടെ നമ്മുടെ ബൈലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ രാഷ്ട്ര നിർമ്മാണത്തിനും അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. പിന്നെ ഒരു പുതിയ പാർട്ടിയാണല്ലോ കോൺഗ്രസ് ഒക്കെ. 1888 A.O. ഹ്യൂം എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരൻ തുടങ്ങിയ ഒരു പാർട്ടിയാണ്, കുറേ വർഷങ്ങളായി. അതുപോലെ CPM CPI എന്ന് പറയുന്നത് ആ ഒരു ഒറിജിനൽ പാർട്ടി 100 കൊല്ലം മുമ്പുള്ളതാണ്. ഇത് പക്ഷേ ഇപ്പോൾ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയതിൻ്റെ കൂടെ കൂടാം, നല്ലതാണല്ലോ എന്ന് കരുതി BJP-യിൽ ജോയിൻ ചെയ്തു. ഈ RSS-ന്റെ അനുഭവത്തിൽ നിന്ന് BJP-യിലേക്ക് വരികയാണ്. ഏത് ആദ്യം സാർ ആകർഷണമായത്? RSS ഞാൻ പറഞ്ഞില്ല, 1997 മൈസൂർ സ്കൂളിൽ പോയപ്പോൾ മനസ്സിലാക്കി. അതെ, അപ്പൊ അതിനുശേഷം RSS-ൽ ഞാൻ ആർക്കും RSS-കാരനാകാം, സാബുവിനും RSS-കാരനാകാം. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS-കാരനാണ്. ഞാൻ ആരും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ സാബും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ രാഷ്ട്രം നശിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് ഇന്ത്യൻ പൗരനും പ്രതിബദ്ധതയോടെ ഈ രാഷ്ട്രം നന്നാവണം, ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യം എന്ന് വെച്ചാൽ ഒരു ബ്രോഡറാണ്, ഒരു സമൂഹം ചെറിയൊരു ഏരിയയിലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതിനൊരു കാഴ്ചപ്പാടുകൾ വേണം. അത് എനിക്ക് ഒരു റീല് പിടിക്കാനോ അതിൽ കൂടി എനിക്ക് ഒരു പബ്ലിസിറ്റി കിട്ടാനോ ആണെങ്കിൽ RSS-കാരനാവില്ല. ഉറച്ച ഒരു കത്തോലിക്ക കുടുംബത്തിലാണല്ലോ ജനിച്ചത്, ക്രൈസ്തവ. സാറിന് ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെയാണോ RSS നിൽക്കുന്നത്? ക്രിസ്തു പറഞ്ഞ എന്താണ്? മലയിലെ പ്രസംഗം, അതായത് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഒരു ആണല്ലോ, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ക്രക്സും കൂടെ ആണല്ലോ മലയിലെ പ്രസംഗം. അതില് ഈ RSS പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അത് പറയുന്നേ? ആണോ? അല്ലേ? മുണ്ടില്ലാത്ത ഉടുപ്പില്ലാത്ത ആളെ ഉടുപ്പിടിപ്പിക്കുക, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലേ പറഞ്ഞിരിക്കുന്നേ. സേവ എന്ന് പറയും, RSS ചെയ്യുന്നു അത് തന്നെ. ക്രൈസ്റ്റ് മലയിലെ പ്രസംഗത്തിൽ, അതായത് ബിയാറ്റിറ്റ്യൂഡ്സ് ഇംഗ്ലീഷ് പറയുന്നതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് RSS സേവ എന്ന പേരിൽ ഈ ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്നത്. ഒരു വ്യത്യാസം ഞാൻ കാണുന്നു. സാർ പറയുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ആ വിശ്വാസം തുടർന്നുകൊണ്ട് തന്നെ RSS-ന്റെ പ്രവർത്തനം അനുഭവീയമായി മാറാമെന്നാണ്.
തീർച്ചയായിട്ടും RSS ഒരു മതമോ ഭാഷയോ ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യമുണ്ടോ ഇല്ലെന്ന പ്രായമോ ഇതൊന്നും RSSന് വിഷയമല്ല. ഈ മന്ത്രി ജോർജ് കുര്യനും RSS പ്രവർത്തകനാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. BJPയുടെ മന്ത്രിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൈസ്റ്റ് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ ആ 8 കാര്യങ്ങളോ മറ്റോ അല്ലേ, ആ 8 കാര്യങ്ങളും അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അത് ചെയ്യുന്ന ഏതൊരു ക്രിസ്ത്യാനിയും RSSകാരനാണ്. അപ്പോൾ സാറിന് ക്രൈസ്തവ വിശ്വാസത്തിൽ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ പുലർത്തിക്കൊണ്ട് തന്നെ സാറിന് RSSൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രമായി വ്യക്തമായി സുതാര്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ RSSൻ്റെ ഏറ്റവും നാഷണൽ ലെവലിലുള്ള ലീഡർഷിപ്പിൻ്റെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുന്ന കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇടപഴകുന്നുണ്ട്. അവർക്കൊക്കെ ഈ എൻ്റെ പേര് ജേക്കബ് തോമസ് എന്നൊക്കെ ആകുമ്പോൾ അതൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് അവർക്കറിയാമല്ലോ. തീർച്ചയായിട്ടും. ഇതുവരെ ഏതെങ്കിലും ഒരു പന്തിയിൽ എനിക്കൊരു തിരിച്ചു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടില്ല. പേര് ജേക്കബ് തോമസ് ആണല്ലോ, അവർക്കൊക്കെ അറിയാം. അതെ. ഇപ്പോൾ മോഹൻ ബാദ്ജിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ജേക്കബ് തോമസ് എന്തെല്ലാം കേസുകൾ ഇവിടെ ഉണ്ട്, എത്ര സസ്പെൻഡ് ചെയ്യുന്നവർക്ക് മോഹൻ ബാദ്ജിയോട് ചോദിച്ചാൽ അദ്ദേഹവും പറഞ്ഞു തരും. കാരണം അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അദ്ദേഹമാണ് RSSൻ്റെ ഏറ്റവും മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ദത്താത്രേയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള. അദ്ദേഹത്തോട് ചോദിച്ചാൽ ജേക്കബ് തോമസ് എന്ന് പറയുന്ന പേരും ജേക്കബ് തോമസ് അനുഭവിക്കുന്ന ഇവിടുത്തെ ക്രൂരതകളുമൊക്കെ അവർക്കും അറിയാം. അപ്പോൾ അതേസമയം ഇതൊക്കെ ധൈര്യമായിട്ട് നേരിട്ട് രാഷ്ട്രത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണെന്ന് അവർക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് അറിയാമല്ലോ. അതെ. പക്ഷെ അവർ ഒരിക്കലും ഒരു പന്തിയിൽ പക്ഷഭേദം കാണിക്കുന്നില്ല. ക്രിസ്ത്യാനി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ബുദ്ധമതക്കാരനായാലും ശരി, സിഖ് മതക്കാരനായാലും ശരി, RSSന് ഒരു തിരിച്ചു വ്യത്യാസവുമില്ല. ഈ രാജ്യത്തോടുള്ള ഒരു കൂറ്, സ്നേഹം, അതിനുവേണ്ടി പ്രവർത്തിക്കുക പറ്റുന്ന വിധത്തിൽ. ചിലർക്ക് എഴുത്തി കൂടി ആയിരിക്കാം പ്രവർത്തിക്കാൻ പറ്റുന്നത്, പല വിധത്തിലായിരിക്കാം. അത് എന്ത് വിധത്തിൽ പ്രവർത്തിച്ചാലും, മതം ഏതായാലും വിശ്വാസം എന്തായാലും RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ സാർ, BJPയിലെ സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു ചുമതല അല്ലെങ്കിൽ അവസ്ഥ എന്താണെന്ന് പറയാമോ? BJPയുടെ ചുമതല എന്ന് പറയുന്നത് ഒരു സാധാരണ ആക്റ്റീവ് വർക്കർ എന്ന് പറയും. മെമ്പറാണ്. 2 തരം മെമ്പർഷിപ്പ് ഉണ്ട്. ഒന്നൊരു സാധാരണ മെമ്പർ എന്ന് പറയാം, മെമ്പർ ആർക്കും ആകാം. 2 ആക്റ്റീവ് മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് 50 പേരെയെങ്കിലും മിനിമം മെമ്പർമാരെ ചേർക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ആക്റ്റീവ് മെമ്പർ എന്ന് പറയും. ഞാൻ ആക്റ്റീവ് മെമ്പറാണ്. അപ്പോൾ ഞാനൊരു BJPയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അപ്പം സാധാരണ മെമ്പർ എന്ന് ഞാൻ പറയാൻ പറ്റില്ല, കാരണം കുറേ അംഗങ്ങളെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് മിനിമം നമ്പറും ഉണ്ട്, മിനിമം 50. അതിൽ കൂടെ എത്ര പേരാണ്? 1000 പേര്. ഇരിഞ്ഞാലക്കുടയിലെ പ്രവർത്തനം സാറിൻ്റെ ഒരു ആദ്യത്തെ ഇലക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു? എങ്ങനെയായിരുന്നു അവിടുത്തെ? ഞാൻ എലക്ഷന് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ മനോരമ ന്യൂസ് മേക്കർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും ഒരു ഇലക്ഷൻ ആയിരുന്നു. അപ്പൊ അത് ആദ്യത്തെ റൗണ്ടില് കുറെ 10-12 എത്ര പേരുണ്ട്. അപ്പൊ അതിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് ആണല്ലോ അത്. എന്നിട്ട് ലാസ്റ്റ് റൗണ്ടില് ഞങ്ങൾ 4 പേരുണ്ട്. ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. 2 വെള്ളാപ്പള്ളി നടേശൻ, വലിയ SNDP എന്ന് പറയുന്ന പുള്ളിക്ക് അത്രയും SNDP യൂണിയനുകളുണ്ട്. പിന്നെ നിവിൻ പോളി എന്ന് പറയുന്ന സിനിമ അന്ന് സംസ്ഥാന ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ഒരു വർഷവും കൂടി ആയിരുന്നു. അപ്പൊ അദ്ദേഹം അന്ന് വാർത്തയിലുണ്ട്, നിവിൻ പോളി. പിന്നെ 4ാമത് ഞാൻ. അപ്പൊ അതിലെ ഏറ്റവും ശോഷിച്ച ആള്, ഒരു സംഘബലം ഇല്ലാത്ത കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയും DYFIയും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശന് അതുപോലെ SNDP എന്ന് പറയുന്ന സംഘടനയും ശാഖയും പരിപാടിയുണ്ട്. നിവിൻ പോളി എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ, അന്ന് സംസ്ഥാന അവാർഡ് കിട്ടിയ നടനായതുകൊണ്ട് ഫാനുണ്ടാവില്ല. ഇപ്പൊ ജേക്കബ് തോമസിന് ആരാ ഉള്ളേ? ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത, ഒരു ഫാനും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ജേക്കബ് തോമസ്. പക്ഷേ അവസാനം ഈ ജനങ്ങൾ വോട്ട് ചെയ്യണമല്ലോ, അതൊരു ഇലക്ഷൻ പോലെയാണ്. വോട്ടിംഗ് തന്നെയാണല്ലേ? വോട്ടിംഗ് തന്നെയാണ്. അപ്പം അന്ന് പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഞാൻ നോക്കുന്നുണ്ട്, കോഴിക്കോട് ബീച്ചിൽ വോട്ട് ഫോർ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞൊരു ബനിയനൊക്കെ ഉണ്ട്. പുള്ളി 10,000, പുള്ളിക്ക് തിരുപ്പൂർ ഒരു തുണിയുടെ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ പുള്ളി തന്നെ അവിടുന്ന് അടിച്ച് പുള്ളിയോട് പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ആരാധകരുണ്ട് സാറിന്? ഉണ്ട്. 1000 ബനിയനൊക്കെ പുള്ളി അടിച്ച്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻറ്റാ, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. പുള്ളി സ്വമേധയാ അങ്ങനെ അടിച്ച് അവിടെ കാലിക്കട്ട് ബീച്ചിൽ കൂടെ ഈ ബനിയൻ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 1000 പേര് നടന്നു കഴിഞ്ഞാൽ അതൊരു പബ്ലിസിറ്റി ആണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടി
വോട്ട് പിടിച്ച കുറേയധികം ആൾക്കാർ, ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞാൻ കാസർഗോഡ് ASP ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോലി ചെയ്യാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ ഇത്രയും വകുപ്പുകളിൽ കൂടി ഞാൻ ജോലി ചെയ്തപ്പോഴത്തേനും അത്രയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നെ അറിയുമല്ലോ. അപ്പോൾ ഈ നാടിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഈ സംഘടന ഒന്നും വേണമെന്നില്ല എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിട്ട് സാറ് കാണുന്ന മനോരമയുടെ ന്യൂസ് മേക്കർ അവാർഡാണ്. എന്തോ ഈ ഞാൻ പറഞ്ഞൊരു ഒരു ഇലക്ഷൻ പോലെ അതിൻ്റെ ഒരു മത്സരമുണ്ടല്ലോ, ഒരു മത്സരമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിലന്ന് ന്യൂസ് മേക്കർ അവാർഡ് എനിക്ക് കിട്ടിയപ്പോൾ, അതുപോലെ വെള്ളാപ്പള്ളി നടേശനും ഈ കൊടിയേരി ബാലകൃഷ്ണനും നിവിൻ പോളിയെ പോലെ ഉള്ളവർ അവരും ഉള്ളപ്പോൾ കിട്ടിയെന്നുള്ളത് ഒരു മത്സരമായിരുന്നു. ഒരു മത്സരത്തിൽ ജയിച്ചു എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതിനുശേഷം ഈ ഇരിഞ്ഞാലക്കുടയിലെ ഒരു മത്സരം എന്ന് പറയുന്നത് തീരുമാനിച്ചാണോ പാർട്ടി തീരുമാനിച്ചായിരുന്നു? എന്തോ അല്ല, ആ ഒരു മണ്ഡലം തെരഞ്ഞെടുത്ത് പാർട്ടി തീരുമാനിച്ചു. പാർട്ടിക്ക് കുറെ സർവേ നടത്തുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ ഓരോരുത്തരെ എവിടെ നിർത്തിയാൽ കൊള്ളാന്നുള്ള, അത് പാർട്ടിയുടെ തീരുമാനമാണ്. എന്നല്ല BJP എന്ന് പറയുന്നതിൽ പലപ്പോഴും അത് പാർട്ടി തീരുമാനിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പാർട്ടിയിലേക്ക് വന്നയാളല്ലേ. പാർട്ടിക്ക് സാർ എവിടെയാണ് വിധേയനായിരിക്കും അല്ലേ? എന്തോ അധികാരികൾക്ക് സർക്കാർ സേവനത്തിരുന്നപ്പോൾ അധികാരികളോട് അങ്ങ് വിധേയത്വം ഒന്നും അധികം പുറത്തില്ല. സാർ സ്വതന്ത്ര നിലപാടെടുത്തു. BJP-യിലേക്ക് വന്നപ്പോൾ പാർട്ടി പറഞ്ഞ സ്ഥലത്ത് മത്സരിച്ചു. അല്ല, പാർട്ടി അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം. പാർട്ടി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സർവേ നടത്തിയപ്പോഴത്തേനും ഇരിഞ്ഞാലക്കുട ജേക്കബ് തോമസിന് നിന്നാൽ ജയസാധ്യതയുണ്ട് എന്നുള്ളത് ആ ഒരു ഇൻഡിപെൻഡന്റ് സർവേ കണ്ടുപിടിച്ചത്. അത് മെറിറ്റാണല്ലോ. അപ്പൊ അത് പാർട്ടി എന്നോട് ചോദിച്ചു, ഇരിഞ്ഞാലക്കുട നിൽക്കാവോ? അപ്പൊ ഞാൻ യെസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അന്ന് ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് MLA എന്നതിലേക്ക് രണ്ടു വാക്ക് സംസാരിക്കാമെന്നുള്ള ആഗ്രഹം. ആ ഇലക്ഷൻ 2024 BJP-യുടെ ആരും കേരളത്തിൽ ജയിച്ചില്ലല്ലോ. എന്നെക്കാളും ജയിക്കേണ്ടിയിരുന്ന ഒരാൾ ഈ ശ്രീധരൻ സാറായിരുന്നു, പാലക്കാട്. എന്നെക്കാളും എത്രയോ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ സാർ. അദ്ദേഹം പോലും ആ ഇലക്ഷനിൽ ജയിച്ചില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇരിഞ്ഞാലക്കുട ജയിച്ചിരുന്നെങ്കിൽ, ഇത്തവണ പ്രതിപക്ഷ നേതാവാ, അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹവുമായിട്ട് നിയമസഭയിൽ ഒരു സംവാദത്തിന് സാധ്യത ഉണ്ടായിരുന്നു. അല്ല, നിയമസഭയിലെ സംവാദം അത് ഒരു ലിമിറ്റഡ് സംവാദം നമുക്ക് പറ്റത്തുള്ളൂ. ലിമിറ്റഡ്, കാരണം ഒരു MLA ഉള്ളെങ്കിൽ ആ MLA കിട്ടുന്ന സമയം അറിയാമല്ലോ, വളരെ കുറച്ച് സമയം കിട്ടത്തുള്ളൂ. പിന്നെ ആ നിയമസഭാ ചട്ടങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവിടെ നിയമസഭയ്ക്ക് ഉള്ളിൽ സംവദിക്കാൻ പറ്റുള്ളൂ. ജയിച്ചു വന്നു, അവർ ഒരുമിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അസംബ്ലിയുടെ ആ ഒരു ചട്ടക്കൂടി നിന്നുകൊണ്ട് നമുക്ക് സംവദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, സാറിന്റെ ജന്മദേശം ഉൾക്കൊള്ളുന്ന കാഞ്ഞിരപ്പള്ളി, പാല, പൂഞ്ഞാർ 3 സ്ഥലത്ത് ഇത്തവണ BJP ശക്തരായ സ്ഥാനാർത്ഥികൾ എന്ന് വേണമെങ്കിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആൾക്കാരുണ്ടായിരുന്നു. ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളി, PC ജോർജും മകനും പാല 3 സ്ഥലത്തും ഉണ്ടായിരുന്നു. സാർ ഇത്തവണത്തെ അസംബ്ലിയിലെ ഇലക്ഷനിൽ വിട്ടുനിന്നു, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചില്ല, അതേക്കുറിച്ച്? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ BJP-യുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. പാർട്ടി ഇന്നും ഞാൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു മെസ്സേജ് ഈ കേരളത്തിലെ ചില കാര്യങ്ങൾ ഞാൻ അറിയിക്കുകയും അപ്പോൾ പുള്ളി അപ്പം തന്നെ എനിക്ക് അതിന് മറുപടി അയക്കുകയും ചെയ്തു. ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അത് നാഷണൽ ലെവലിൽ ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചു. അതിന് അപ്പോൾ ഞാനൊരു ആക്റ്റീവ് മെമ്പറാണ്, ഉത്തരവാദിത്വമുള്ള ഒരു അംഗമാണ് BJP-യുടെ. അതുപോലെ ഈ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ മത്സരിച്ചില്ല എന്ന് കരുതി ഞാൻ BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നില്ല. ഞാൻ കോഴിക്കോടുള്ള ബാലുശ്ശേരി എന്ന് പറയുന്നത് ബാലുശ്ശേരി മണ്ഡലത്തിൽ അവിടെ പോയി ഏലത്തൂർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു, ഗുരുവായൂർ പ്രവർത്തിച്ചു, തിരുവനന്തപുരത്ത് പോയി പ്രവർത്തിച്ചു. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഞാൻ BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും BJP-ക്ക് വേണ്ടി ഞാൻ എത്രയോ വീഡിയോ അതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോയിൽ കൂടി സോഷ്യൽ മീഡിയയിൽ ഞാൻ BJP-ക്ക് വേണ്ടി പ്രചരണം നടത്തി. അപ്പോൾ BJP-ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. ഞാൻ പേഴ്സണലി മത്സരിച്ചില്ല എന്നുള്ളത് അത് ഒരു വേറൊരു കാര്യം. പാലായിൽ ജയിക്കേണ്ടതല്ലായിരുന്നു, എന്ത് പറ്റി? പാലാ, കാഞ്ഞിരപ്പള്ളി ഒക്കെ BJP-ക്ക് വിജയിക്കുമെന്ന് പറഞ്ഞ ഒരു മണ്ഡലങ്ങളായിരുന്നു, പറയാൻ പറ്റുമോ? അതെയോ? പാല, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, അതുപോലെ 2020-യുടെ കാൻഡിഡേറ്റ്സ് കുന്നത്തുനാട്, പിറവം, തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ പോലെ കുറേയധികം മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു.
പക്ഷേ ജയിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പല ഈ എന്താ പറയുക പ്രോക്സിമേറ്റ് റീസൺസോ അല്ലെ ഇൻസിഡൻസോ ഇവൻസോ ഒക്കെ ഉണ്ടാകാമല്ലോ. ഇപ്പം അങ്ങനെ ഉള്ള ചില ഇവൻസ് കൊണ്ടോ ഇൻസിഡൻസ് കൊണ്ടോ ഉള്ളതായിരിക്കാം ഈ പ്രാവശ്യം ബി ജെ പിക്ക് കേരളത്തിൽ അല്ലെ എൻ ഡി എക്ക് കേരളത്തിൽ 31 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അതെ. അപ്പോൾ ഈ 31 ലക്ഷം വോട്ട് ബി ജെ പിക്ക് കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമല്ല. CPM 47 ലക്ഷം വോട്ടാണ് കിട്ടിയത്. CPM 47 ലക്ഷം വോട്ട് കിട്ടി. വലിയ മുന്നേറ്റം നടത്തിയെന്ന് പറയുന്നത്. എൻ ഡി എക്ക് 31 ലക്ഷം വോട്ട് കിട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അതേസമയം നമുക്ക് 3 സീറ്റേ കിട്ടിയുള്ളൂ. 3 സീറ്റ് ഈ 31 ലക്ഷം വോട്ട് കിട്ടിയിട്ട് നമുക്ക് 3 സീറ്റ് കിട്ടി. അതേസമയം RSP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്, അതിന് 3 സീറ്റ് കിട്ടി MLA ആയിട്ട്. അവർക്ക് കിട്ടിയ അവർക്കുള്ള വോട്ട് എത്രയാണെന്ന് അറിയാം? 2,65,000 വോട്ടാണ്. 2,65,000 വോട്ടുള്ള RSPക്ക്, അത് 1.4% വോട്ട് ഷെയർ ഉള്ള RSPക്ക് 3 MLA സീറ്റ് കിട്ടി. അതേസമയം 31 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയ NDAയ്ക്കും 3 സീറ്റേ കിട്ടിയുള്ളൂ. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ജോസഫ് ഗ്രൂപ്പിന് തന്നെ അവർക്കെന്തോ 5.5 ലക്ഷം വോട്ട് കിട്ടിയപ്പോഴത്തേനും അവർക്ക് 7 സീറ്റ് കിട്ടി. അപ്പം കേരളത്തിൽ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ടല്ല ഈ ഒരു സീറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് നടക്കാത്തത്. അത് ചില റീസൺസ്, ആ സമയത്തെ ചില കുപ്രചരണങ്ങൾ, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൊണ്ടാണ് അത് കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെടാനുണ്ട്. ഇപ്പോൾ ഓരോ ഇലക്ഷനിൽ കൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇതൊരു പുതിയ പാർട്ടിയാണല്ലോ. നമ്മൾ 31 ലക്ഷം ആൾക്കാർ ബി ജെ പിയെ കേരളത്തിൽ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ബി ജെ പി കോൺഗ്രസ് 62 ലക്ഷം, CPM 47 ലക്ഷം, NDAക്ക് 31 ലക്ഷം, മൂന്നാമത്തെ പാർട്ടിയാണ്. ഇപ്പൊ മൂന്നാമത്തെ രണ്ടാമത്തേതാകാൻ എന്തോ അതെ, അത്ര അധികം സമയം വേണ്ട. ബി ജെ പി കേരളത്തിന്റെ അധികാരത്തിൽ എന്ന് വരും സാറിന്റെ പ്രതീക്ഷ? അടുത്ത ഇലക്ഷനിൽ വരാം സാധ്യതയുണ്ട്. പിന്നെ ബി ജെ പി വളരെ വേഗം കേരളം ഭരിക്കുന്ന പറയുന്നത്. പ്രധാനമന്ത്രി വളരെ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ TVK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അഫ്കോഴ്സ് അദ്ദേഹത്തിന് 85,000-ഓളം ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫാൻ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫാൻ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്ന അതിന് മുമ്പ് കമലഹാസൻ അതുപോലെ കോയമ്പത്തൂർ വന്നിട്ട് കമലഹാസൻ വരെ തോറ്റുപോയി ഇല്ലേ? അപ്പം ഫാൻ ക്ലബ്ബുകൾ ഉള്ളതുകൊണ്ട് മാത്രം ജയിക്കണമെന്നല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നയങ്ങളും രൂപരേഖകളും നിർത്തി കാൻഡിഡേറ്റ്സിൻ്റെ പ്രത്യേകതകളും ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം 100-ലധികം സീറ്റ് കിട്ടിയല്ലോ. അദ്ദേഹം അവിടെ ഭരിക്കുന്നുണ്ട് 3 വർഷം കൊണ്ട്. അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പം തന്നെ 31 ലക്ഷം ആൾക്കാരുടെ പിന്തുണയുണ്ട്. ഈ 31 ഇന്ന് ഒരു 50 ലക്ഷം 20 കൂടെ കൂട്ടാൻ അധികം സമയം വേണോ? ഈ ബി ജെ പി ഇപ്പോൾ വിവാദങ്ങളിൽ പാർട്ടിയുടെ വാർത്തകൾ ശരിയാണെങ്കിൽ, ഞാൻ ആധികാരികമായി പറയല്ല, പാർട്ടി ഫണ്ട് വിനിയോഗത്തിനെ കുറിച്ച് കേസ് വരുന്നു, പാർട്ടിയുടെ ഭാരവാഹികൾ തമ്മിലുള്ള സംവാദങ്ങൾ വാർത്തയായി മാറുന്നു. അപ്പോൾ ഒരു ഒത്തൊരുമയുടെ ഒരു കുറവ് ബി ജെ പി കേരള ഘടകത്തിൽ ഉണ്ടെന്ന് വാർത്തകളുണ്ട്. ദേശീയ തലത്തിലാണെങ്കിൽ ശക്തമായ ഭരണ സംവിധാനത്തിൽ പല പാർട്ടികളിൽ നിന്നും ആൾക്കാർ അടർത്തിയെടുക്കുകയോ പിരിഞ്ഞു പോരുകയോ ചെയ്ത് ബി ജെ പിയിലേക്ക് എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതേസമയത്ത് അയോധ്യയിൽ വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരികയാണ്. അങ്ങനെ ഇതിനെ എങ്ങനെയാണ് ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടിൽ അഴിമതിക്കെതിരെ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ ബി ജെ പിയെയും അനുഭാവിയായിട്ട് അല്ലെ പ്രവർത്തകനായിട്ട് ആക്റ്റീവ് മെമ്പറായിട്ട് നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഒന്ന്, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ദാർശനികത അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 6 ഷഡ്ദർശന എന്നാണ് പറയുക. അതിലൊരു ഫിലോസഫിയാണ് ചാർവാക ഫിലോസഫി എന്ന് പറയും. ഈ ചാർവാക ഫിലോസഫിയിൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും കാണുകയും ചെയ്യുന്നതിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അവർ വേദങ്ങളിലൊന്നും അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ദൈവം ഉണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവത്തിലും അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അത് ഇന്ത്യയിലുള്ള ചാർവാക എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മേ ബി ഈ 6 ദർശനങ്ങളുണ്ടതിൽ ഒരു 15% ആൾക്കാരും ഉണ്ടാകാമല്ലോ ഈ പറഞ്ഞ ഇതുള്ള. അപ്പോൾ അവർക്ക് ദൈവവിശ്വാസവും ഇല്ല, അവർക്ക് ധാർമ്മികതയില്ല. അവർക്ക് ഇപ്പോൾ അവർക്ക് പൈസ വേണം, ഒരു കാർ വാങ്ങിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ പൈസ വേണമെങ്കിൽ മോഷ്ടിച്ചായാലും അത് പൈസ നേടാമെന്നുള്ള ഒരു ചിന്തയുള്ളവർ നമ്മുടെ സമൂഹത്തിലില്ലേ?
ഇന്ന് തന്നെ കേരളത്തിൽ നമ്മൾ ഈ ഉത്തരേന്ത്യ പോകണ്ട, കേരളത്തിലെ കൊടുങ്ങല്ലൂര് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് ഉച്ചക്കഞ്ഞിക്ക് വെച്ച ഒരു 5 കിലോ അല്ല, 5 കിലോ ഒക്കെ നമ്മുടെ 5 കിലോ അല്ല, 1 കിലോ നമ്മുടെ അട്ടപ്പാടിയിലെ മധുവായിരുന്നു. ഇത് 5 ചാക്കും പാത്രങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പം ഉച്ചക്കഞ്ഞിക്ക് വെച്ച കുട്ടികൾക്ക് കൊടുക്കണ്ട അല്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട അരി മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആള് ഏത് തരക്കാരനായിരിക്കും? തീർച്ചയായിട്ടും ഈ ചാർവാക എന്ന് പറയുന്ന മോഷ്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അല്ലെ അരി കൊണ്ട് എവിടെയെങ്കിലും മറിച്ച് വിട്ടിട്ടോ അല്ല പാത്രം വിട്ടിട്ടോ എന്തെങ്കിലും അയാൾ മദ്യപിക്കാനോ അങ്ങനെയൊക്കെ പ്ലഷറിന് വേണ്ടിയോ സുഖത്തിന് വേണ്ടിയിട്ടോ അതൊക്കെ ഉപയോഗിക്കുന്ന ഈ ചാർവാക ഫിലോസഫി അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ പണ്ട് കാലത്ത് ഇന്ത്യയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ മോഷ്ടിക്കും, ലഹരി ഉപയോഗിക്കും, മദ്യം ഉപയോഗിച്ചെന്ന് വരാം, ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ഫ്രോഡ് പരിപാടികൾ ചെയ്തെന്ന് വരാം. അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ ഷഡ് ദർശനങ്ങളിൽ ഒരു ദർശനം ചാർവാക ഫിലോസഫി എന്ന് പണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ ഉള്ളതും ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. സ്വാധീനമാണോ ഈ പറഞ്ഞ ഈ പാർട്ടിയിലും ഒക്കെ നമ്മളിപ്പോൾ ഈ ആരോപണങ്ങൾ? അപ്പൊ അത് ഒരു സമൂഹത്തിന്റെ ഒരു എല്ലാവിധ വൈവിധ്യങ്ങളും ഡൈവേഴ്സിറ്റീസിലും ഒരു സ്ഥാപനത്തിലേക്കും വരും. ഇപ്പൊ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പേരാമ്പ്രയിലെ ഒരു സ്കൂളിലെ അധ്യാപിക തന്നെ ഈ മയക്കുമരുന്ന് വിൽക്കുന്നതായിട്ട്, കീർത്തന എന്നാ പറ്റ മയക്കുമരുന്ന് വിൽക്കുന്നതായിട്ട് നമ്മൾ പോലീസുകാരെ മോഷണ കേസ് പിടിച്ചിട്ടുണ്ട്, ആതിരപ്പള്ളിയിലെ പോലീസുകാരെ ഉണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിലുള്ള എല്ലാവരും അതുകൊണ്ട് മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ എല്ലാ സ്കൂൾ അധ്യാപകരും മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പേരാമ്പ്രയിലെ സ്കൂളിലെ ഒരു അധ്യാപിക, അതും യോഗയൊക്കെ പഠിപ്പിക്കുന്ന, യോഗയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതാകും, ശാന്തരാകും. പോലീസിലെ ജുഡീഷ്യറിയിലൊക്കെ ഇത് വരുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുന്ന അത്രയും പോലും ഒരു എന്താ പറയുക, ഒരു ഫിൽറ്ററിംഗ് ഇല്ലാതെ ആളുകൾക്ക് ഇതിലേക്ക് വരാവുന്നതാണല്ലോ. ഇപ്പൊ സ്കൂളിലെ ഒരു അധ്യാപിക ആകുന്നതിന് കുറച്ചുകൂടെ ഫിൽറ്ററിംഗ് ഉണ്ട്, പോലീസിൽ ഒരാളാകണമുണ്ട്. അതുപോലെ ഈ മലപ്പുറം ജില്ലയിലെ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണം കളവ് പോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കളവ് പോയി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കളവ് കൊണ്ടുപോകുന്ന ആരായിരിക്കും? പോലീസുകാരായിരിക്കുമല്ലോ. അപ്പോൾ മോഷ്ടിക്കുന്ന ആൾക്കാർ പോലീസ് സ്റ്റേഷനിലുണ്ട്, ആ സംവിധാനത്തിലുണ്ട്, സംഘടനയിലുണ്ട്. അപ്പോൾ ഈ ചാർവാക ഫിലോസഫി അത് ഫോളോ ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിൻ്റെ ഒരു സബ്സെറ്റായ അതിൽ നിന്ന് വരുന്ന എല്ലാ സംവിധാനങ്ങളിലും സ്ഥാപനങ്ങളിലും ഓർഗനൈസേഷനിലും ഒക്കെ ഉണ്ടാവും. അത് CPM-ലില്ലേ, കോൺഗ്രസിലുണ്ടാവില്ലേ, എല്ലാ പാർട്ടിയിലും ഉണ്ടാവും, എല്ലാ പ്രദേശത്തുണ്ട്. ഇപ്പം അമ്പലങ്ങളിൽ മോഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ വിജിലൻസ് ചെയ്തപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ മോഷണത്തിന് 3 FIR വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ അത് ശബരിമല രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു പബ്ലിക് അണ്ടർടേക്കിംഗ് പോലെ പള്ളികളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ആരാധനാലയങ്ങളിലെ ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അത് അവിടെ തന്നെ മോഷണം നടക്കുന്നത് പള്ളികളിലുണ്ട്, അമ്പലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ പറയുന്ന അവിടെയൊക്കെ നവീകരണം സംഭവിക്കും, വലിയ മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഒരു കുറവുണ്ടാകുമ്പോൾ അത് കണ്ടുപിടിച്ച് ഇപ്പം ഈ ഉച്ചക്കഞ്ഞിയുടെ കൊടുങ്ങല്ലൂർ ഉച്ചക്കഞ്ഞിയുടെ 5 കിലോ അരി പോയി. ഇനിയിപ്പം നമ്മളത് അന്വേഷിച്ച് അവനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. അത് രണ്ടു വെച്ച് എടുക്കുമല്ലോ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ സാർ ആക്റ്റീവ് മെമ്പറായിരിക്കുന്ന കേരളത്തിലെ BJP അതിവേഗം വളരുന്നുവെന്നും അതിൽ സുതാര്യമാകുന്നുവെന്നും കാര്യക്ഷമതയാകുന്നുവെന്നും സാറിന് പ്രത്യാശയുണ്ട്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഭാരതത്തിലെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴും കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും കുഴപ്പങ്ങൾ ഒരു ചർച്ചയിലേക്ക് വരുമ്പോഴുമാണല്ലോ അത് പരിഹരിക്കണമെന്നുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് വരിക. അപ്പോൾ തീർച്ചയായിട്ടും BJP പോലുള്ളൊരു പാർട്ടി കുഴപ്പക്കാരുണ്ട്, കുഴപ്പങ്ങളുണ്ട്, അത് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ആ കുഴപ്പക്കാരെ മാറ്റി നിർത്തുകയും കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യാനുള്ള സ്ട്രോങ് തീരുമാനമെടുക്കാനും കൂടെ കരുത്തുള്ള ഒരു പാർട്ടിയാണിത്. തീർച്ചയായിട്ടും അതുണ്ടാവും. BJP-യുടെ ഒരു ആക്റ്റീവ് മെമ്പർ എന്ന നിലയ്ക്ക് സാറിന് തികഞ്ഞ അഭിമാനമുണ്ട്. അഭിമാനവും ഉത്തരവാദിത്വവും ഉണ്ട്. സന്തോഷവും പ്രത്യാശയും ഉണ്ടോ? ഉണ്ട്.